നമ്മുടെ ഈ ഒരു മീറ്റിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കോഡിംഗ് സ്ട്രക്ചർ കീപ്പ് ചെയ്യണം. അത് എന്തിനാന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ തന്നെ പരസ്പരം ആരെങ്കിലും ഒരാളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചെയ്തു വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മെയിനായിട്ട് ഒരു ഡയറക്ടറി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ ഫെമിലിയർ ആവും, ഈ സംഭവം തന്നെ ആയിരിക്കും നിങ്ങളും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അതും കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് വന്നിട്ടുള്ളത് ഇതാണ്. മെയിൻ SRC ഫോൾഡറിനകത്തല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ വരിക, പിന്നെ ഇതൊക്കെ പുറത്തുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, SRCനകത്ത് അസറ്റ്സ് എന്നുള്ള ഫോൾഡർ, കമ്പോണൻസ് എന്നുള്ള ഫോൾഡർ, ബുക്സ് എന്നുള്ളൊരു ഫോൾഡർ, പിന്നെ സ്ക്രീൻസ് എന്നുള്ള ഫോൾഡർ. ഓക്കെ, ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചില ഇതൊക്കെ ബ്ലാങ്ക് ആയി കിടക്കുകയാണ്, നമുക്ക് ആവശ്യാനുസരണം അതിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. നമ്മൾ ആപ്പ് ജസ്റ്റ് ഒരു ആപ്പ് ഇനിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ .js എന്നുള്ള ഈ ഫയൽ ഉണ്ടല്ലോ, ഓരോ ഇൻഡിവിജ്വൽ ഫയൽ, അത് ഇപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. പക്ഷെ ഈ ഒരു ഫോൾഡർ സ്ട്രക്ചർ കീപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തതാണിത്. ഓക്കെ, പിന്നെ നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടി വരിക, ചെക്ക് ചെയ്യേണ്ടി വരിക നമ്മുടെ ആപ്പിന്റെ ഒരു വർക്കിംഗ്. ഞാൻ മുന്നേ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നില്ലേ, ഒരു ചെക്ക് നിങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെമോ പോലെ. ഓക്കെ, അതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ്. ആ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ നമുക്കിത് ഇനീഷ്യലി ചെയ്തെടുക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് തീം സ്വിച്ച് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഡാർക്ക് ആൻഡ് ലൈറ്റ് തീം. അത് ആരെങ്കിലും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ? ചെയ്തില്ലായിരുന്നല്ലോ. കോഡാറിലായിരുന്നപ്പോ ടാലിയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അത് പിന്നെ ആ അതിൽ തന്നെ അങ്ങനെ പോവുകയില്ല. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അത് നല്ലൊരു എഫിഷ്യന്റ് ആയിട്ട് നമുക്കതൊന്ന് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അത് ഒന്ന് റിസർച്ചിൽ ഇരുന്ന് നോക്കുക എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ. ഇതെല്ലാം നമുക്ക് കോണ്ടെക്സ്റ്റിൽ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിന്റെ സ്റ്റോറേജിൽ കീപ്പ് ചെയ്യണം. ഓക്കെ, ആ രീതിയിലാണ് നമുക്കിത് പോകേണ്ടത്. ഈ എറർ ഹാൻഡ്ലിങ്, ഒരിക്കലും ആപ്പ് ക്രാഷ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളൊരു കോമൺ മെത്തേഡൊക്കെ ഇതിനകത്ത് തന്നെ നമ്മൾ അതിനൊരു വഴി ഒരുക്കിയിട്ടുണ്ട്. ഇതിനകത്ത് API ഹാൻഡ്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ API വന്ന് ഡാറ്റ ഉണ്ടോ ഇല്ലേ, വന്നതിൽ എറർ ആണോ അതോ ഡാറ്റ എംപ്റ്റി ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ ചെയ്യുന്നത് ഫുൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഡാറ്റ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കാണിക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കാണിക്കുക. പോകുന്ന ഡാറ്റക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോഡിങ് കാണിക്കുക. ഓക്കെ, പിന്നെ എനിക്ക് സെർവറിന്റെ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആപ്പ് എന്ത് ചെയ്യണം, ആ ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള പേജൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്തെടുപ്പിക്കും. അപ്പൊ മിക്കവാറും നമ്മൾ ഫിഗ്മ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ അല്ലേ. പിന്നെ എറർ ഹാൻഡ്ലിങ്, പിന്നെ കോഡും മൊഡ്യൂളാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. ഒക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ വെക്കുക. ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫംഗ്ഷൻ ചിലപ്പോൾ ചെയ്യും. ആ ഫംഗ്ഷൻ എന്താ വെച്ചാൽ എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് ഒരു ഐഡിയയിൽ ഉണ്ടാവണം. അതിന്റെ ഒബ്ജക്റ്റീവ് ഇതാണ്, ഇതിലേക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് ഇങ്ങനെയാണ് വരിക, അതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. ഈ ഒരു രീതിയിൽ ചെറിയൊരു കമന്റ് ആഡ് ചെയ്ത് വെക്കുക ആ ഫംഗ്ഷന്റെ സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, ഒരിക്കലും നമ്മുടെ ഈ ഫംഗ്ഷന്റെ വർക്കിംഗ് നമ്മുടെ മൈൻഡിൽ ഉണ്ടെന്ന് ആ ഒരു ലെവലിലേക്ക് വെക്കരുത്. മാക്സിമം എന്ത് ചെയ്യുക, കമന്റ്സ് അതിൽ ആഡ് ചെയ്യുക. ഡോക്യുമെന്റേഷൻ ഉദ്ദേശിച്ചത് സെപ്പറേറ്റ് ഡോക്ക് കീപ്പ് ചെയ്യാണ്ട് കോഡ് തന്നെ കമന്റ് ചെയ്ത് വെക്കുക. അതെ, കോഡില്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇതിലൂടെ കൊടുക്കണ്ടേ ആ സമയം. ഓക്കെ, പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം നമ്മൾ 3 പേരൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും കോൺഫ്ലിക്റ്റ്, നിങ്ങളെ ടീമായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ?
ഉണ്ട്. ഓക്കെ. ഇപ്പോ ഷെബീബ് ആണെങ്കിലും അലി ആണെന്നുണ്ടെങ്കിലും പിന്നെ ആഷിഫ് ആണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ഒറ്റക്ക് വർക്ക് ചെയ്യാണ്ട് ഒരു ടീമിന്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കേസ് വല്ലാണ്ട് വരും. കോൺഫ്ലിക്റ്റ് അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് നമ്മൾ ഈ ഗിറ്റ്ഹബിലൊക്കെ ഇടുമ്പോൾ. ഓക്കെ. അങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്ക് വല്ലാണ്ട് ടൈം കൺസ്യൂം ചെയ്യും. നമ്മൾ അനാവശ്യമായിട്ട് നമുക്ക് ടൈം നല്ല രീതിയിൽ ലോസ് ആവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇന്ന ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ ചോദിക്കുക. എന്നിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് വർക്ക് ചെയ്യുക. ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിലുള്ള വർക്കായിരിക്കും അസൈൻ ചെയ്യുക. ഇന്ന ഏരിയയിൽ നീ ഇന്ന ഏരിയയിൽ അവനുള്ള രീതിയിലായിരിക്കും വർക്ക് തരുന്നുണ്ടാവുക. ഓക്കെ. ഓക്കെ. പിന്നെ എന്തെങ്കിലും പാക്കേജസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പെർമിഷൻ ചോദിക്കുക. ഈ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ, ഇത് ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട്. പിന്നെ ഒരിക്കലും ഒരു അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് നമ്മളെ സിസ്റ്റത്തിൽ ഉണ്ടാകാൻ പാടില്ല. യൂസ് ചെയ്തിട്ട് അത് ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ അതും അതിന്റെ കോഡും പ്ലസ് ആ പാക്കേജും അടക്കം അൺഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ. നമ്മളെ കോഡാഡിയിലൊക്കെ കണ്ടു വന്നിട്ടുള്ള കുറെ പ്രശ്നങ്ങളാണിത്. അൺയൂസ്ഡ് ആയിട്ടുള്ള പാക്കേജ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കത് ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്ന പിന്നീട് ഒരു സമയത്ത് ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. മാക്സിമം റീയൂസബിൾ ആയിട്ടുള്ള കമ്പോണൻസ് കൊടുക്കുക. നെയിമിങ് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ നെയിം കൊടുക്കാൻ ശ്രമിക്കുക. ഫയൽ നെയിമും വേരിയബിൾ നെയിമും ഒക്കെ. പിന്നെ സ്റ്റൈൽ ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡറിനകത്ത് സ്റ്റൈൽ കൊണ്ടുപോയിടുക. പിന്നെ കോഡ് റിവ്യൂ നമുക്ക് ഇനീഷ്യൽ ഫേസ്, ഞാനിപ്പോൾ മിക്കവാറും ഇന്ന് നിങ്ങൾക്ക് ഒരു വർക്ക് അസൈൻ ചെയ്യും. ആരാ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് വെക്കുക? അലി ഫ്രീ ആണോ? ഷെബീബ് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഞാനിന്ന് ആ ഒരു വർക്ക് ഞാൻ നിനക്ക് തരാം. ഓക്കെ. അതെ, ഈ സ്ട്രക്ചർ. ഓക്കെ. പിന്നീട് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഈ ഭാഗത്ത് ഇന്ന കാര്യം കൂടെ ആഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റീസ്ട്രക്ചർ ചെയ്യാം. നോഡിന്റെ വെർഷനും റിയാക്ട് നേറ്റീവിന്റെ വെർഷനും ലേറ്റസ്റ്റ് ചെയ്യാലോ. അതെ, അതൊക്കെ വേണം. അതൊക്കെ നമ്മൾ ഈ റീഡ്മി ഫയലിൽ കൊടുക്കണം. ഓക്കെ. ആ രണ്ട് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ കീപ്പ് ചെയ്യണം. പിന്നെ ഓക്കെ. അപ്പൊ അത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിലിപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ വെബ് ചെയ്യുന്ന ഒരു ഐഡിയയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ. ഇത് ലേഔട്ട്, നമ്മുടെ ആപ്പിന്റെ ലേഔട്ട് നമുക്ക് ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ലേഔട്ട് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അതിൽ ഏതൊക്കെയാണ് ഓരോ ലേഔട്ട് ആക്കി കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ എഴുതും. ഓക്കെ. പിന്നെ ഈ ലേഔട്ടിനായിട്ട് ഒരു CSS എന്നൊന്നുമില്ല. എല്ലാ CSSഉം നമ്മൾ ഈ എല്ലാ സ്റ്റൈലും ഇതിനകത്താണ് ഉണ്ടാവുക. ഓക്കെ. നമുക്ക് ആപ്പിന്റെ സ്റ്റൈലുകൾ മാക്സിമം കോമൺ ആയിട്ടുള്ള ഒരു കോമൺ ഡോട്ട് CSSO സ്റ്റൈലിന് എന്താ എക്സ്റ്റൻഷൻ കൊടുക്കുക, അത് JSON തോന്നുന്നുണ്ട് അല്ലേ ആപ്പില് സെയിം ഫയൽ തന്നെയല്ലേ ഇതില് ഏട്ടിയ? എങ്ങനെ സെയിം ഫയലല്ലേ താഴെ ഇതില് സ്റ്റൈൽ ഷീറ്റ്? ഫയൽ നെയിം അല്ലേ സെയിം ആയിക്കണേ. വേറെ ഫയൽ ആക്കലുണ്ടോ സ്റ്റൈൽ ചെയ്യുമ്പോ? ഇല്ല, വേറെ ഫയൽ പറഞ്ഞാല് അല്ല, അത് സെപ്പറേറ്റ് ചെയ്യലുണ്ട്. സ്റ്റൈൽസ് അല്ലേ? സെപ്പറേറ്റ് ചെയ്യലുണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ എക്സ്റ്റൻഷൻ JSON എടുക്കല്? അതെ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ ഒരു കോമൺ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടാവും. അതില് കോമൺ ആയിട്ടുള്ള ഈ ലേഔട്ട് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ എക്സ്റ്റെൻസീവ് ആയിട്ട് ചില ഏരിയയിലേക്ക് മാത്രം നമുക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുക്കേണ്ടതുണ്ടാവും. അത് നമുക്ക് സെപ്പറേറ്റ് ആ പേജ് അല്ലെങ്കിൽ ആ ഫങ്ഷനാലിറ്റി അതിനനുസരിച്ച് സെപ്പറേറ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഈ കോമൺ ആയിട്ട് വരുന്ന ഹെഡർ, ടാബ് ബാർ, ഫൂട്ടർ ഇതിലേക്കൊക്കെ വരുന്ന ഈ സ്റ്റൈലൊക്കെ പറയുന്നത് എപ്പോഴും കോമൺ തന്നെ ആയിരിക്കും. ഓക്കെ. ബാക്കി കാര്യങ്ങളാണ് നമുക്ക് സെപ്പറേറ്റ് വേറൊന്നും കാര്യമൊക്കെ ഉണ്ടത്. പിന്നെ അങ്ങനെ നമ്മുടെ കമ്പോണൻസിൽ 3 ഹെഡിങ്, കോമൺ, ലേഔട്ട്, സ്പെസിഫിക് ഉണ്ട്. അത് കോമൺ ആയിട്ടുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും. ഒരു ബട്ടൺ ഒരു തവണ ഒരു UI കൺസിസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ ഡിസൈൻ ഒന്നും ചേഞ്ച് ഉണ്ടാവില്ല. ചിലപ്പോൾ കളറൊക്കെ മാറുള്ളൂ. ഇനിയിപ്പോ 2 ടൈപ്പ്
ബട്ടനാണ് നമ്മളെ UI വരുന്നെങ്കിൽ നമ്മൾ ആ 2 ടൈപ്പ് ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബട്ടന്റെ CSസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. ഈ ബട്ടനാണ് പിന്നെ ഈ നമ്മുടെ പേജസിലൊക്കെ ഓരോ സ്ക്രീനിലും യൂസ് ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, വേറെ നമുക്ക് ഇനി അഡീഷണൽ ആയിട്ട് ഒരു ഫംഗ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബട്ടണിൽ മോഡിഫൈ ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പ്രോപ്സ് പാസ് ചെയ്തിട്ട് ആ രീതിയിൽ എടുക്കുക. എപ്പോഴും അങ്ങനെ കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് കോൺഫിഗറേഷൻസ്. നമ്മുടെ ആപ്പിന്റെ മെയിൻ ആയിട്ട് വരുന്ന കോൺഫിഗറേഷൻസ് ആണ് ഇവിടെ. ലൈക്ക് ഡൊമൈൻ, IP അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ കോൺഫിഗറേഷൻസിൽ കീപ്പ് ചെയ്യാം. പിന്നെ ഗ്ലോബൽ വേരിയബിൾസ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനീഷ്യലി സ്ട്രക്ചർ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എററൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു കോമൺ ഫംഗ്ഷൻ ആയിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ വരുന്ന റെസ്പോൺസ് എല്ലാം ആ ഫംഗ്ഷനിലേക്ക് വിട്ടിട്ട് അവിടുന്ന് ആയിരിക്കും തിരിച്ചെടുക്കുന്നുണ്ടാവുക. അപ്പൊ അതിനകത്തുള്ള കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന സ്ട്രിങ് കാര്യങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുക, ഈ ഗ്ലോബൽ വേരിയബിളിൽ കൊണ്ടുപോയിടുക. ഓക്കെ, പിന്നെ യൂട്ടിൽസ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്, ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് നമ്മൾ API പോയിന്റ്, ഇപ്പൊ നമുക്ക് ഒരു 5 API ഉണ്ടെങ്കിൽ ആ 5 APIയും ഇതിലുണ്ടായിരിക്കണം. പിന്നെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ചിലപ്പോ നമുക്കൊരു ഡേറ്റിന് ഇന്ന ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യുക, അങ്ങനെ ഡേറ്റ് ടൈമിന് ഇന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക, അങ്ങനൊക്കെ ഉണ്ടാവൂലേ. നമ്മൾ മുന്നേ കോഡാഡിലൊക്കെ ചെയ്തിട്ടുണ്ട് functions.js എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലത്തെ കാര്യങ്ങളാണ് ഇതിൽ കൊടുക്കേണ്ടത്. കോമൺ ആയിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫങ്ഷൻസ്. അപ്പൊ ഓരോ ഫംഗ്ഷനും ഓരോ പർപ്പസ് ഉണ്ടാവും, അത് മാത്രം ഇതിൽ യൂസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോ എന്താ വെച്ചാല് നമുക്ക് അതിലേക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടും, വേറെ നമ്മളൊന്നും അറിയണ്ട. ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക. പിന്നെ API ഹാൻഡ്ലേഴ്സ് എന്താ വെച്ചാൽ ഒരു API വന്ന് പോയി, അപ്പൊ അതിന്റെ ഉള്ളിൽ കുറെ മാനേജ്മെന്റ് നമ്മൾ ചെയ്യുമല്ലോ. എറർ ആണെങ്കിൽ ഒരു അലേർട്ട് കാണിക്കുക, സക്സസ് ആണെങ്കിൽ ജസ്റ്റ് സക്സസ് കാണിക്കുക, എപ്പോഴൊക്കെ സക്സസ് കാണിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുക. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇഷ്യൂവിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് കസ്റ്റമർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ നമ്മളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹോം പേജിലേക്കുള്ള ഒരു API വിളിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് അയക്കുന്ന API വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ കോള് മാത്രമേ നമുക്ക് നമ്മുടെ മെയിൻ കോഡിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഉദാഹരണം ഇവിടെ ലോഗിൻ, ഇതിനകത്ത് ഒരു ലോഗിൻ എന്നുള്ളൊരു പേജാണ് വിചാരിക്കുക. അവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ API വിളിക്കണം, API ഇവിടുന്ന് എടുക്കണം. API വിട്ടിട്ട് അതിന്റെ റെസ്പോൺസ് ഇതിലേക്ക് കൊടുക്കും. ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ് ആണോ ഫെയിലർ ആണോ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നാവിഗേറ്റ് ചെയ്യേണ്ടി വരും. ആ കാര്യങ്ങൾ മാത്രമേ ഈ ലോഗിനിൽ ഉണ്ടാവുള്ളൂ. അത് കിട്ടുന്ന റെസ്പോൺസ് സക്സസ് ആണെങ്കിൽ ഇങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ഫെയിലർ ആണെങ്കിൽ അത് എന്താണോ എററോടെ കാണിക്കുക. ആ എറർ കാണിക്കുന്ന അർത്ഥം ഇതിനകത്ത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷനും ഇതിലുള്ള ഈ കോമൺ ആയിട്ടുള്ള ഈ മൊഡാലി അല്ലെങ്കിൽ ഒരു സംഭവം അല്ലേ, ഈ ടോസ്റ്റ് മെസ്സേജിന് എന്താ പേര് പറയാ, എനിക്ക് കിട്ടിയില്ല. ഹലോ, ടോസ്റ്റ് കൊടുത്താ പോലെ. ടോസ്റ്റ് എന്തോ ഒരു പാക്കേജ് ഉണ്ട് തോന്നുന്നുണ്ട്. അത് അന്ന് നമ്മൾ നിങ്ങൾ ചെയ്തിന്ന്, ഏട്ടിക്ക് ഓർമ്മ ഉണ്ടോ പേര്? സ്നാക്ക് ബാർ ആണ്. സ്നാക്ക് ബാർ. ഓക്കെ, അത് എങ്ങനെ കസ്റ്റം ചെയ്യുന്നതാണോ അതോ പാക്കേജ് യൂസ് ചെയ്യുന്നതാണോ നല്ലത്? പാക്കേജ് നോക്കി വെക്കാം, കുറെ ഡൗൺലോഡ്സ് ഉണ്ടെങ്കിൽ പാക്കേജ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റം ചെയ്യാം. കസ്റ്റം ചെയ്യുന്നതിനോടാണ് എനിക്ക് താല്പര്യം. കസ്റ്റം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത് ചെറിയ അത്ര ഹെവി വർക്ക് വരുന്നുണ്ടോ? ഇല്ല, നമുക്കത് ഇന്റർഫേസിനെ അഫക്ട്, നമ്മൾ വാട്സാപ്പിലൊക്കെ എന്തെങ്കിലും മെസ്സേജ് ഡിലീറ്റ് ചെയ്യുമ്പോൾ വരുന്ന കണ്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കൂളായിട്ടുള്ളതാണ്. നമുക്ക് വേറെ ഇന്റർഫേസ് വേറെ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. നമുക്ക് ഒരിക്കലും ഇതിന്റെ താഴെന്ന് ഒരു പേജ് പൊന്തി വരികയാണ്, അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചെയ്യരുത്. മനസ്സിലായോ? അതെ. അല്ല, ഇനിയിപ്പോ താഴെന്ന് പൊന്തി വരികയാണെങ്കിലും ഓക്കെ, പക്ഷെ നമുക്ക് അത് ഫങ്ഷനാലിറ്റി അത് വലിയൊരു ബേർഡൻ ആവരുത്. ഓക്കെ. അപ്പൊ അങ്ങനത്തെ സ്നാക്ക് ബാർ കസ്റ്റം ചെയ്യാം, അല്ലെങ്കിൽ പാക്കേജ് യൂസ് ചെയ്യാം.
ഓക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഇവിടെ വെക്കുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്കേജസ് ഒക്കെ ഓൾറെഡി നമ്മുടെ പാക്കേജ് ഡോട്ട് ജേസണിനകത്ത് കയറുമല്ലോ അല്ലെ? ഏത് ഹലോ. പാക്കേജ്? അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്കേജുകളൊക്കെ അത് അതിൽ കയറും, ഓട്ടോമാറ്റിക് കയറുമല്ലോ. ഓക്കെ. ഈ ENV യൂസ് ചെയ്തിട്ടുണ്ടോ? ആ ഓക്കെ. അതിന്റെ യൂസേജ് എങ്ങനെ വരുന്നത്? അത് നമ്മളിപ്പോ അത് ഗിറ്റിലേക്ക് കൊടുക്കില്ല. അപ്പൊ നമുക്കിപ്പോ പ്രൊഡക്ഷനും ഡെവലപ്മെന്റ് ഒക്കെ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ മാറ്റി കൊടുത്താൽ മതി. ഇപ്പൊ ഗിറ്റിലേക്ക് കൊടുത്തു. ഇപ്പൊ പിന്നെ മെയിൻ ആയിട്ട് സെക്യൂരിറ്റി പർപ്പസിനല്ല പ്രശ്നം ഉണ്ടാവും. ഇതിവിടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഗേറ്റിലേക്ക് പുഷ് ചെയ്യാത്ത കേസ് ഉണ്ടാവുമല്ലോ, ചിലപ്പോ എന്തെങ്കിലും പാസ്വേഡോ കാര്യങ്ങളൊക്കെ ഓക്കെ അത് എനിക്ക് കീപ്പ് ചെയ്യും. ഓക്കെ. അങ്ങനെ കോൺഫിഗറേഷൻ അപ്പൊ ചെയ്യാൻ ENV പറ്റാത്ത. ഫയല് എന്തൊക്കെ വരിക എന്നുള്ളത് എന്റെ അടുത്ത് എപ്പോഴും പ്രൊഡക്ഷന്റെയും ലോക്കലിന്റെയും ഉണ്ടാവും. ഓക്കെ. ഓക്കെ. അത് ഗിറ്റബിൽ ഉണ്ടാവില്ല. അങ്ങനല്ലേ അതെ കൺസെപ്റ്റ് വരുന്നത്? അതെ അതെ. ഓക്കെ ഓക്കെ. ഈ ENV നമ്മുടെ ആപ്പിലേക്ക് വാല്യൂസ് എടുക്കാൻ എന്തെങ്കിലും അഡീഷണൽ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ടോ? അത് റിയാക്റ്റില് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല, നേറ്റീവില് വേണം തോന്നുന്നു. വേണ്ടി വരുമോ? ഏതിന്? ഞാൻ ENV യൂസ് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. ഇല്ലല്ലേ. എന്റെ കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പൊ അലി പറഞ്ഞ തന്നെയാണ് കൺസെപ്റ്റ്. ഓക്കെ. ഞാൻ നിങ്ങൾ ഈ ആപ്പിൽ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടാ. ബാക്ക് എൻഡിൽ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യല്. ഓക്കെ. ഇതൊക്കെ എന്താന്ന് ആ സാധനം അറിയോ? ESLint RC, Prettier RC എന്നൊക്കെ പറയുന്നത്. അത് കോഡ് ഫോർമാറ്റിങ്ങിന്റെ കാര്യങ്ങളാണ്. നമുക്ക് ചില സമയത്ത് ചിലപ്പോ നമുക്ക് ഗിറ്റിലേക്ക് പുഷ് ചെയ്യുമ്പോൾ എല്ലാവരും സെയിം ഫോർമാറ്റിൽ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഇത് ഉപയോഗിക്കില്ലേ, പ്രിറ്റി എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഉപയോഗിക്കില്ലേ? അതെ അതെ. അപ്പൊ ചിലപ്പോ പല ആൾക്കാരും പല ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുക ഡോക്യുമെന്റ് ഫോർമാറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ചെയ്താല് ചിലപ്പോ കോൺഫ്ലിക്റ്റിന് ചാൻസ് കൂടുതലാണ്. അപ്പൊ പുഷ് ചെയ്യുന്ന മുന്നേ ഓട്ടോമാറ്റിക് ആയിട്ട് കംപ്ലീറ്റ് ഒരു ഫോർമാറ്റിലായിരിക്കും കിട്ടുക. ഓക്കെ. നമുക്കത് ഇതിൽ സെറ്റ് ചെയ്യേണ്ടതുണ്ടോ? അത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ ഇതേമാതിരി ലാസ്റ്റ് സമയത്തൊക്കെ ആരെങ്കിലും ഒരാള് ഫോർമാറ്റ് മാറ്റിയിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തത്തിൽ മനസ്സിലായി മനസ്സിലായി. ആ ഏരിയ നീ ഒന്ന് സെറ്റ് ചെയ്യോ? ഞാൻ നോക്കാം. ഓക്കെ. ഈ കോഡ് ഫോർമാറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് തന്നെ ചെയ്താൽ മതി. ഓക്കെ. ഇതിപ്പോ ENV പറഞ്ഞ പോലെ നീ തന്നെ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. പിന്നെ കുറച്ച് ഫങ്ഷൻസ് ആണുള്ളത്, അത് നമുക്ക് കുഴപ്പമില്ല. ഈ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ നോഡ് നമുക്ക് ലേറ്റസ്റ്റ് വെർഷനെ യൂസ് ചെയ്തുകൂടെ? LTS ഉപയോഗിക്കാം, ലേറ്റസ്റ്റ് സ്റ്റേബിൾ എടുക്കാം. ഓക്കെ. പിന്നെ റിയാക്ട് നേറ്റീവ് വെർഷൻ CLI എക്സ്പോ നമുക്ക് യൂസ് ചെയ്യണ്ടേ? CLI എടുക്കാം. എക്സ്പോ ഒരു എക്സ്ട്രാ കണ്ടെയ്നർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. CLI എടുക്കാം. CLI ചൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ ഡീറ്റെയിൽസ് ഒക്കെ റീഡ്മിയിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാട്ടോ. പിന്നെ എങ്ങനെയാണ് ഈ പ്രൊജക്ട് ക്ലോൺ ചെയ്തിട്ട് എങ്ങനെ റൺ ചെയ്യാന്നുള്ള ഇൻഫോർമേഷൻസും റീഡ്മിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. നമുക്ക് യാണ് യൂസ് ചെയ്തൂടെ? ഓക്കെ. അപ്പൊ യാണ് വെച്ച് ചെയ്യാന്നുള്ളൊരു ഇൻഫർമേഷനും കൂടെ അതിൽ വരുത്തുക. അതോ NPM മാത്രം ആക്കണോ? കാരണം മിക്സപ്പ് ഒരു ഡിപ്പെൻഡൻസി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് മിക്സപ്പ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ വാണിംഗ് കാണാം. ഓക്കെ. നമുക്ക് എന്നാ യാണ് യൂസ് ചെയ്യാട്ടോ. അപ്പൊ ഈ ഇൻഫോർമേഷൻസ് ഒക്കെ ഇതിലേക്ക് കീപ്പ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ 3 പേര് എപ്പോഴും സിങ്ക് ആയിരിക്കണം, അറിഞ്ഞിരിക്കണം, 4 പേരും. ഓക്കെ. പിന്നെ നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ്, ഈ കേസ് മസ്റ്റ് ആണ്, അതായത് ലോക്കൽ സ്റ്റോറേജിന്റെ ഭാഗം. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് കോണ്ടെക്സ്റ്റോ അല്ലെങ്കിൽ റിഡക്സോ കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്താലോ? എങ്ങനെ? അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കാം. അതെ അതെ. നമുക്ക് ലോക്കൽ സ്റ്റോറേജിൽ എപ്പോഴും ഡാറ്റ കീപ്പ് അപ്പ് ചെയ്യുന്ന രീതിയിലൊരു സംഭവം വേണം. ഒരു JSON എപ്പോഴും ലോക്കൽ സ്റ്റോറേജിലേക്ക് വേണം. അതിന്റെ അതായത് API വരെ സ്കിപ്പ് ചെയ്യുന്നതാണോ? API അല്ല, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ. ഇപ്പൊ ആപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന കോൺഫിഗറേഷൻസ് ഉണ്ടാവും.
ഓക്കെ. പിന്നെ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പോ പ്രൊഫൈൽസിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മള് ആ ലിസ്റ്റ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചപ്പോ, ഉദാഹരണം ഞാൻ ഇപ്പൊ ഒരു 5 ലിസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട 5 വിചാരിക്കുക. ഓക്കെ, 5 പ്രൊഫൈൽ എന്ത് ചെയ്യും ഞാൻ ലൈക്ക് ഇട്ട് വെക്കുമ്പോൾ ഓൾറെഡി ബാക്ക് എൻഡിൽ സ്റ്റോർ ആവും. ബാക്ക് എൻഡിൽ സ്റ്റോർ ആയിട്ട് റെസ്പോൺസ് തരുമല്ലോ ബാക്ക് എൻഡിൽ നിന്ന് ഈ ഒരു ആപ്പിലേക്ക്. ഓക്കെ, ആ സമയത്ത് നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ബാക്ക് എൻഡിലേക്ക് API പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓരോ സമയത്തും ഇതിൽ നിന്ന് എടുത്താൽ മതി. പിന്നെ പുതുതായിട്ട് യൂസർ വീണ്ടും ഒരെണ്ണം ലൈക്ക് ചെയ്യുമ്പോൾ അൺലൈക്ക് ചെയ്യുമ്പോൾ മാത്രം അപ്ഡേറ്റ് ചെയ്തിട്ട് വരുത്തിയാൽ മതി. മറ്റേ നമ്മൾ ഹോം പേജിലേക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ആപ്പ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴേ ലൈക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെ ഫെച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതെന്താ അങ്ങനെ മാനേജ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് സെർവർ കോസ്റ്റ് നല്ല രീതിയിൽ കുറക്കാൻ പറ്റും. പിന്നെ ഈ വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ ആപ്പ് യൂസ് ചെയ്യുമ്പോഴേ ഇനീഷ്യലി ചെറിയ MB ഉണ്ടാവുള്ളൂ. ഇപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ 500-600 GB കണക്കിനൊക്കെ ആയിരിക്കും മേ ബി. നമ്മളെ ചാറ്റ് മീഡിയാസ് ഇതൊക്കെ നമ്മുടെ സ്റ്റോറേജിൽ തന്നെയാണ് എടുത്തിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആ രീതിയിൽ തന്നെ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്ത് പോകണം. ഇവിടെ നമുക്ക് ലൈറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ പ്രൊഫൈൽ മൊത്തം ഇരുന്നിട്ട് ഇവിടെ കീപ്പപ്പ് ചെയ്യുന്നുണ്ടാവില്ല. നമുക്ക് നോക്കാം ആ കാര്യങ്ങളൊക്കെ. പിന്നെ ആപ്പ് ഏത് ടൈമിലാണെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതാണ് ഞാൻ പറഞ്ഞ ബാക്ക് എൻഡിൽ നിന്ന് റെസ്പോൺസ് വരും. ആ റെസ്പോൺസിൽ മൊഡാല് പൊക്കുക എന്ന് പറഞ്ഞാൽ മൊഡാല് പൊക്കിയിരിക്കണം. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അത് ചിലപ്പോ ഏത് പേജിലാന്നും പറയാനില്ല. ചിലപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ലോഗിൻ പേജിൽ മൊഡാലിൽ പൊക്കണം റെസ്പോൺസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പൊക്കേണ്ടി വരും. ഇനിയിപ്പോ അതല്ല കാർട്ട് പേജിലാണെങ്കിൽ അവിടെ പൊക്കണം എന്ന് പറഞ്ഞാൽ അവിടെയും പൊക്കേണ്ടി വരും. ഹോം പേജിലാണെങ്കിൽ അവിടെ പൊക്കണം എന്ന് പറഞ്ഞാൽ അവിടെയും പൊക്കേണ്ടി വരും. പക്ഷെ അത് ഒരിക്കലും എന്ത് ചെയ്യരുത്, ബാക്കി ഫങ്ഷണാലിറ്റിനെ അഫക്ട് ചെയ്യരുത്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നാളെ ഒരു കോഡ് ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും. കാരണം വല്ലാണ്ട് റീയൂസ് ചെയ്യേണ്ട കാര്യം വരില്ല. പക്ഷെ ഇത് നമ്മളെ മൈൻഡിൽ പക്കയായിരിക്കണം. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും എന്നുള്ള കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ പക്കയായിരിക്കണം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണോ? ഇനിയിപ്പോ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട സമയത്താണെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇതിൽ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്കും തോന്നുന്നില്ല. ഓക്കെ, കുറെ ഒക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. വെബ് ചെയ്യുന്ന ഒരു ആംഗിളിൽ ഇരുന്ന് ചെയ്തതാണ്. ഈ സ്ട്രക്ചർ പിന്നെ ഇവിടുന്ന് ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. പക്ക സ്ട്രക്ചറും കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമുക്കത് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിന്റെ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ ഗ്രൂപ്പിൽ. ഇതിലേക്ക് ഞാൻ നിങ്ങളുടെ മെയിലൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. എന്തെങ്കിലും എഡിറ്റ് സജഷൻ കൊടുക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും UI ഒക്കെ വർക്ക് ആയി വരുമ്പോഴേക്ക് നമുക്ക് ഈ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പക്കയാവണം. ഓക്കെ എന്നാ നമുക്ക് അതിന്റെ പേരല്ലേ. ഇനി ആഷിഫ് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സജഷൻ തരികയാണെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിൽ പരിഗണിക്കാം. ഓക്കെ, എന്നാ അതിന്റെ പേരല്ലേ നമുക്ക്. ഓക്കെ, ശരി. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. ശരി.